ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതാ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. അപ്പൊ ഇന്ന് ഇതാ ഡൈമ ലൈഫിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. നല്ലൊരു ജ്യൂസ് തന്നെ ആദ്യം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇത് 2 തണ്ട് കറിവേപ്പില, 2 നെല്ലിക്ക, 10 കുരുമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്. പച്ചമുളക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പൊ ഞാനിവിടെ എനിക്ക് ഇത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പും പാകത്തിന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ആ ജ്യൂസ് നമ്മൾ കുടിക്കാം. ഇത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും മുടി വളർച്ചയ്ക്കാണെങ്കിലും തലയിൽ താരൻ്റെ പ്രശ്നം നന്നായിട്ട് കണ്ടുവരുന്നവർക്ക് ഈ ഒരു ജ്യൂസ് ഇന്റേണൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് കേട്ടോ. കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒന്നുകൂടി പറയാം. 2 തണ്ട് കറിവേപ്പില, 2 നെല്ലിക്ക, 10 കുരുമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പച്ചമുളക് ഇടാം. പിന്നെ കൂടെ നമുക്ക് ഉപ്പ് വേണം. അത് BP കുറവുള്ളവർക്കൊക്കെ ഉപ്പ് ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഉപ്പിട്ടാൽ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. അപ്പോൾ ആ ജ്യൂസ് ഒരു 11 മണിയാകുമ്പോഴാണ് നിങ്ങൾ കുടിക്കേണ്ടത് കേട്ടോ. വെറും വയറ്റിൽ കുടിക്കരുത്. 11 മണിക്ക് ഈ ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാം. നല്ല രുചിയാണ്. ഇവിടെ കുട്ടപ്പായി അടക്കം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ഡെയിലി അടിച്ച് കുടിക്കാറുണ്ട്. വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ടേ സ്കിന്നൊക്കെ ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് കുടിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും അതിൻ്റെ കൂടെ ഉണ്ട്. അതേപോലെ തന്നെ തലവേദന ഒന്നും വരാതിരിക്കാൻ, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ ജ്യൂസിൻ്റെ കഥകളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അടുത്തത് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് ഞാനിവിടെ ഒരു സബോള എടുത്തിട്ട് നൈസായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി കുനുകുനുകുനുകുനാന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അടുത്ത നമ്മുടെ ഊഴെന്ന് പറയണത് നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അതിന് ഉമ്മക്ക് പറ്റുമോ? നമ്മുടെ കയ്യിൻ്റെ മുകളിലത്തെ മെഷീൻ എന്തായാലും വർക്കാവാത്തതുകൊണ്ട് നമുക്ക് ചോപ്പറിനെ ആശ്രയിക്കാം. എനിക്കങ്ങനെ നരിനരുന്നനെ അരിഞ്ഞെടുക്കാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ ചോപ്പർ കൂട്ടനെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓൺലൈനിൽ നിന്നേ. അപ്പോൾ അതിലവിടെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതാ ഒരു കഷ്ണം നിലത്ത്. അപ്പോൾ അത് ഞാൻ നിലത്ത് നമ്മുടെ സ്ലാബിൻ്റെ മുകളിലാണ് കേട്ടോ. അതൊക്കെ നല്ല വൃത്തിയിൽ തുടച്ചിടുന്ന സ്ലാബാണ്. ഇനി അതിനാരും ഒന്ന് പൊങ്കാലിടണ്ട. അപ്പോൾ നമ്മുടെ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നൈസായിട്ടൊന്ന് ഇതേപോലെ, പക്ഷെ ഒന്നും കൂടി ആവാണ്ട്. ചില സമയങ്ങളിൽ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ നമുക്കൊരു തൃപ്തിയില്ലായ്മ വരില്ലേ. അപ്പോൾ 2-3 കഷ്ണം മേലെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നൈസായിട്ട് ഒന്നും കൂടി അങ്ങോട്ട് ചോപ്പറിലിട്ട് വലിച്ചു കേട്ടോ. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ അരിയാൻ മടിയുള്ള ആൾക്കാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ആരെങ്കിലും മേടിച്ചിട്ടില്ലെങ്കിൽ ഇതപ്പം തന്നെ പോയി ഓർഡർ ചെയ്ത് മേടിച്ചോളൂ കേട്ടോ. അപ്പം നമ്മുടെ ഉപ്പേരിയൊക്കെ വറുത്തിടുന്ന സാധനം, ചിക്കൻ വറക്കണ സാധനം, മീൻ വറക്കണ സാധനങ്ങൾ എന്നീ വേണ്ട പാത്രങ്ങളൊക്കെ ഈ ഒരു അടുക്കളയിലാണ് ഇരിക്കുന്നത്. പുറത്ത് അടുക്കളയിൽ. അപ്പം ഗ്രില്ലൊന്നും ഇട്ടിട്ടില്ല. ഈ ഡോക്ടറിൻ്റെ മക്കൾ പുഴുത്തിട്ടേ ചാവുള്ളൂ എന്ന് പറയണ പോലെ ഇവിടെ ഗ്രില്ലിൻ്റെ പണിക്കാരനൊക്കെ ഉണ്ട്. അപ്പോൾ പണിക്കാരനോട് കുറേ കാലമായി പറയണു. ഈ ബേക്കോറം കയറ്റിയ സമയത്ത് പറയൽ തുടങ്ങിയതാണ്, ഒരു ഗ്രില്ലിടറാ, ഒരു വാതിൽ വെക്കടാന്ന്. എവിടെ കേൾക്കാൻ. അങ്ങനെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു. എണ്ണ ചൂടായി നോക്കി. പിന്നെ നമ്മുടെ സുന്ദരീനെ എടുത്തിടാൻ പോവാണ്. കിടകിടപെടുന്നതിൻ്റെ ഠും എന്ന് പറയൽ പൊട്ടട നമ്മുടെ കടുക്. അപ്പോൾ ആ കടുകിനെ എടുത്തിട്ട് നമ്മുടെ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വീഡിയോയിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് കൈയൊന്ന് ചെരിച്ച് പിടിച്ചതാ. 2 മണി നിലത്തും പോയി. അപ്പോൾ കടുക് നിലത്ത് പോയി കഴിഞ്ഞാൽ കലഹം ഉണ്ടാവുമെന്നോ അടി ഉണ്ടാവുമെന്നോ അങ്ങനെയൊക്കെ പറയണ കേൾക്കാം. അത് പണ്ടത്തെ അച്ഛന്മാരൊക്കെ ഈ കടുക് പറക്കി എടുക്കേണ്ട മടിക്ക് പറഞ്ഞ ഒരു കഥയാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എത്ര കഥകളല്ലേ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എണ്ണയൊക്കെ നന്നായി മൂത്തപ്പോൾ ഞാൻ സബോളയും വെളുത്തുള്ളി അതിലേക്കാണ് തട്ടി കൊടുത്തു കേട്ടോ. പിന്നെ പച്ചമുളക് ഇല്ല എന്നല്ല, ഇടണില്ല. ഇന്നിപ്പോൾ പച്ചമുളകിന് നമുക്ക് എങ്ങനെ തണ്ടണ്ട. പച്ചമുളക് ഉണ്ട് ഞാൻ, പക്ഷേ ഇടണില്ല കേട്ടോ. ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ഉപ്പേരിയിൽ മുളക് പൊടി തന്നെയാണ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം മുളക് പൊടിയാണ് ഇടുന്നത്. ഉപ്പൊക്കെ പൊടിച്ച് വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിതാ വീണ്ടും പൊടിച്ച് വെച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില, അത് നമ്മുടെ കറിവേപ്പിൽ തന്നെയാണ് പൊട്ടിച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചിടണുള്ളൂ. ബാത്റൂമിലൊക്കെ പോയിരിക്കുമ്പോഴേ ഈ മുളക് പൊടിയുടെ ആ ഒരു എരിവ് നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ കുറച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇതേപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. എന്നിട്ട് ആദ്യം ഇടേണ്ടത് നമ്മുടെ ഉരുളക്കിഴങ്ങാണേ. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വെള്ളം ഒഴിക്കാണ്ട് നന്നായിട്ടൊന്ന് ആ വറവിൽ അങ്ങോട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണ പോലെ ആക്കിയെടുക്കാം. അങ്ങനെ തന്നെ ചെയ്യണം. എന്നാലാണ് ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ രുചി നന്നായിട്ട് വരുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ.
അപ്പോൾ അത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ട. ഇക്കാണെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ ഏഹ്, പിന്നെയും പിന്നെയും ഇളക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ആ ചട്ടിയിൽ കിടന്നത് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ തല തൊട്ട് കാണിക്കണതേ എനിക്ക് നന്നായിട്ട് തലവേദനിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് വന്നതാ രാവിലെ. രാവിലെ അല്ല, ഇന്നലെ രാത്രി പെട്ടെന്ന് അങ്ങട് ഒരു തലവേദന വന്നു. എന്താണാവോ? ഭയങ്കര തലവേദന പറഞ്ഞാൽ ഭയങ്കര തലവേദന. അത് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിട്ടോ വീണ്ടും. ഇപ്പൊ നോൽമ്പൊക്കെ കഴിഞ്ഞില്ലേ, നമ്മുടെ നോൽമ്പറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ റൊട്ടീനൊക്കെ അങ്ങോട്ട് മാറില്ലേ, പിന്നെ ഇറച്ചി മീനും കഴിക്കൽ തുടങ്ങി. അതിൻ്റെയൊക്കെ ആവും പെട്ടെന്ന് ബോഡി ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതൊക്കെ വരും. എന്താ 1 മാസത്തോളമായി നോൽമ്പൊക്കെ എടുക്കണു. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഒരുവിധ ആയപ്പോൾ, ഒരു പകുതി വേവായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ബീട്രൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബീട്രൂട്ട് ഉരുളക്കിഴങ്ങും ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരിക്ക് യാതൊരുവിധ രുചിയും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ. നമ്മുടെ ബീട്രൂട്ട് ഇതേപോലെ നരുനരുന്നനെ അരിയുക, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിയണം. അത് ഞാൻ കൈകൊണ്ട് അരിഞ്ഞെടുത്താ കേട്ടോ. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ആദ്യം വാട്ടിയെടുത്തിട്ട് ഉള്ളിലും നമ്മുടെ മുളക് പൊടിയിലൊക്കെ നന്നായി വാട്ടിയെടുത്തിട്ട് നമ്മുടെ ബീട്രൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് നനുനനുന്നനെ അരിയാതെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ദാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. നല്ല മത്തിയുടെ പുളി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പഴം, പിന്നെ പപ്പടം, പിന്നെ നമ്മുടെ പുട്ട്, പിന്നെ മുട്ട പുഴുങ്ങിയതും. ഇവിടെ നല്ല മഴയാണ്. ചിലപ്പോൾ അതും കാരണമായിരിക്കാം എനിക്ക് തലവേദന വന്നത് കേട്ടോ. അങ്ങനെ ഉണ്ടാവാറുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ അങ്ങനെ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യാറുണ്ട്, അങ്ങനെ ഉണ്ടാവാറുണ്ട് പൊതുവെ. അപ്പം അതിൻ്റെയാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ഞാൻ. പനിയൊന്നും വരാതിരുന്നാൽ മതി. പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മറത്ത് കുറേ അലങ്കാരങ്ങൾ ഉണ്ടാവും. തുണികൾ തുണികൾ തോരയിടാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മുടെ ഉമ്മറ നല്ല വിശാലമായിട്ടുള്ള ഉമ്മറായ കാരണം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ. ഈ കണ്ട ആൾക്കാരുടെ തുണികളൊക്കെ ഞാൻ എങ്ങനെ ഉണക്കിയെടുക്കാനായി മഴയത്ത്. അപ്പം എന്തായാലും ഒരു ഫാനും ഇട്ടിട്ടുണ്ട് ഉമ്മറത്ത്. പിന്നെ അതാ നമ്മുടെ അഴക്കോളും കെട്ടിയിട്ടുണ്ട്. 5 അഴക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. തുണിയോളം അങ്ങോട്ട് കിടന്നിട്ട് ഉണങ്ങട്ടെ വെച്ചിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ മേലേക്ക് ഇടണേ. 5 അഴക്കുമ്പോൾ പിന്നെ ആ പണിയില്ലല്ലോ. അപ്പോൾ ഉമ്മറത്തൊക്കെ ഒന്ന് പോയി നോക്കി, മഴയൊക്കെ വരുന്നുണ്ടോ നോക്കി. മീനൊക്കെ നന്നാക്കാണ്ട് മീൻ നന്നാക്കൽ കഴിഞ്ഞിട്ട് മഴ പെയ്താൽ മതിയിട്ടോ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിലേക്കും വന്നു. നമ്മുടെ ഉപ്പേരി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഇങ്ങനെ അടി പിടിക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഒരുപാട് അടി പിടിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. എന്നാൽ ലേശം അടി പിടിക്കാൻ സമ്മതിക്കും വേണം. എന്നിട്ട് അത് നന്നായിട്ട് നമ്മുടെ കയ്യിലോണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടാനിലുള്ള 2 തക്കാളി, നല്ല മുഴുമുഴുത്ത തക്കാളി ഞാനവിടെ എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉപ്പേരി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാൻ വന്നു കേട്ടോ. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ മൊരിയണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രുചി. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ചോറിന് ഇത് മാത്രം മതി കേട്ടോ. ചോറിന് ഇതും ഒരു ചമ്മന്തി, ഒരു മീൻ വറുത്തും ഉണ്ടെങ്കിൽ കുശാലായി. അപ്പം എൻ്റെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഉപ്പേരി കേട്ടോ. അപ്പം അതാണ് ഞാൻ ഇന്നത് ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചത്. ആൾക്ക് മത്തിപ്പുളി ഇഷ്ടമല്ല. മത്തിപ്പുളി വെച്ചാൽ മത്തിക്കറി ഇഷ്ടമല്ല. ആദ്യം നന്നായി കഴിച്ചായിരുന്നു, ഇപ്പോൾ മടിയാ, ഇപ്പോൾ കഴിക്കില്ല. അപ്പം ഞാൻ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് നന്നാക്കി എടുക്കാം, നന്നായിട്ടല്ല പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി, ചെറുള്ളി, ഒരു കഷ്ണം ഇഞ്ചി കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റും. വെളുത്തുള്ളി കഷ്ടിയാണ് കേട്ടോ, തീരെ ഇല്ല. അപ്പോൾ ഉള്ളത് വറക്കിയിട്ട് ഞാൻ അതിലിട്ടതാണ്. അപ്പോൾ അത് കുഞ്ഞുതാ. അത് നന്നാക്കി എടുക്കാൻ ഇത്തിരി പാടാ. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് നന്നാക്കി എടുക്കാമല്ലോ വിചാരിച്ച് വെള്ളത്തിലിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ആ മത്തിയും പുതിയാപ്പിളക്കോരനുമാണ്. അപ്പോൾ അത് ഞാൻ നന്നാക്കാൻ വേണ്ടി വടക്കോർത്ത് വന്നിരിക്കുകയാണ്. മഴ ചാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവേ മീൻ നന്നാക്കി എടുക്കാണ്ട് മഴ അധികം പെയ്യല്ലേ, ഞാൻ ഇവിടെ നിന്ന് നീട്ടിട്ട് അകത്തേക്ക് വിടേണ്ടി വരും. അപ്പോൾ അകത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അകത്തൊക്കെ മീനിൻ്റെ ചെളുക്ക്. അപ്പം എനിക്കത് ഇഷ്ടമല്ല. പിന്നെ പേപ്പറൊക്കെ ഒഴിച്ചിട്ട് ഇരിക്കണം, മെനക്കെടല്ലേ. അപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് നന്നാക്കാൻ വിചാരിച്ചിട്ട് ഇരുന്ന് നന്നാക്കുകയാണ്. മഴ പെയ്താൽ നമുക്ക് കിടന്നഴയിലേക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോ മീനും നന്നാക്കി കൊണ്ടിരിക്കുകയാണ്. 1/2 കിലോ മത്തി, 1/2 കിലോ പുതിയാപ്പിളക്കോരനാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ തന്നെയല്ലേ, ഇനിയിപ്പോൾ 1 കിലോനാവോ. നന്നാക്കി എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു 1 കിലോ ഉണ്ട് എന്ന്. പക്ഷെ എങ്ങനെയല്ല ആവട്ടെ, മീനാണ്. പുതിയാപ്പിളക്കോരനും മത്തിയാണ് ഇന്നത്തെ മീൻ കേട്ടോ. അപ്പോൾ അതാ പരിഞ്ഞലൊക്കെ ഉണ്ട്. പരിഞ്ഞൽ കൂട്ടാനിലിട്ട് കഴിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ മത്തിയാണ് കേട്ടോ. പിന്നീട് അങ്ങോട്ടാണ് അയില, ചൂട, പിന്നെ നമ്മുടെ മാന്തള്, അങ്ങനെ ചെറിയ ചെറിയ മീനുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മാന്തളും ചൂടൊക്കെ വെറുതെ പുളി വെച്ച് കഴിഞ്ഞാൽ നല്ല രുചിയല്ലേ. മാങ്ങ ഇട്ടിട്ട് പുളി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ വെച്ച് തരും കേട്ടോ. അമ്മ മീൻ കൂട്ടാൻ വയ്ക്കാൻ ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ.
ഇവിടുത്തെ അമ്മേനെയൊക്കെ അടിപൊളിയായിട്ട് അവിടുത്തെ അമ്മ രാധമണി കൂട്ടാൻ വയ്ക്കും. മീൻ കൂട്ടാട്ടോ. സാമ്പാറൊക്കെ ഇവിടുത്തെ അമ്മയാണ് സ്പെഷ്യലിസ്റ്റ്. അത് കേൾക്കണ്ട, രണ്ടാളും എന്നെ എടുത്ത് മഞ്ഞക്കിടും. അങ്ങനെ ഞാൻ ഏകദേശം മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പം എനിക്ക് ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് എടുത്ത് നന്നാക്കുമ്പോൾ എന്തോ ഒരു ഇടങ്ങറ. അപ്പം ഞാൻ ഇതേപോലെ മീൻ നന്നാക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മീനും എടുത്തിട്ട് ചെറിയ സൈഡിലത്തെ പാത്രത്തിൽ ഇട്ട് വെക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ എന്ന് കമൻറ്റ് ബോക്സ് വന്നിട്ട് കമൻറ്റ് ചെയ്യണേ. ആ മീൻ നന്നാക്കി വെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ അലമ്പണ്ടേ, അതെന്തോ ഒരു പ്രയാസമാണ്. പക്ഷെ ആദ്യമൊക്കെ ഞാൻ അതിലിട്ടിട്ട് നന്നാക്കും. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകട്ടെ എന്നാണ് പറയണത്. അങ്ങനെ ഉപ്പിട്ടിട്ട് കഴുകി വൃത്തിയാക്കി ഇപ്പോൾ വറുക്കാനുള്ളത് ഞാനൊന്ന് വറുകി എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ എനിക്ക് ചിക്കനാ ഇഷ്ടം മീനാ ഇഷ്ടം? എനിക്ക് കൂടുതലിഷ്ടം മീനാണ് കേട്ടോ. അത് ഈ പതിയെ പതിയെയാണ് ഞാനത് മനസ്സിലാക്കിയത്. ചിക്കൻ 2 ദിവസം 3 ദിവസമായി എനിക്ക് പെട്ടെന്ന് മട്ടിക്കും. പക്ഷെ മീനാകുമ്പോൾ അങ്ങനെ ഒരു മട്ടിക്കലില്ല. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എനിക്കങ്ങനെ തോന്നാറില്ല, ഓ ഇന്ന് ഇന്ന് മീൻ കഴിക്കണില്ല, ഞാൻ ഉപ്പേരി കൂട്ടി കഴിക്കാന്ന് എനിക്കങ്ങനെ തോന്നാറില്ല. പക്ഷെ എന്നാൽ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി, എനിക്ക് കൂടുതലിഷ്ടം മീനോടാണ് എന്ന്. അതും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളോടാണ് കൂടുതലിഷ്ടം. അങ്ങനെ മീനൊക്കെ വറുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പം മത്തി ഞാൻ മുറിക്കണമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ട് കറി വയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി അത് മുറിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കൂട്ടാന് വേണ്ടിയിട്ടുള്ള പുളി നല്ല വാളംപുളിയാണ്. കഴിഞ്ഞ കൊല്ലം കുരുകളഞ്ഞ് ഉണക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം എന്നും പുളി എടുക്കുമ്പോൾ ഇതേപോലെ വായിലൊരു കഷ്ണം പെടാറുണ്ട്. അതല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ശീലമുള്ളവരുണ്ടോ? ഞാനങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ്. ഈ വായിൽ വെള്ളം വരും. അപ്പം ഞാനത് ആ ചെറുള്ളിയൊക്കെ വേഗം തന്നെ നന്നാക്കി എടുത്തു. അത് സ്പീഡിലിട്ടതാണ് കേട്ടോ. ഇങ്ങനെ സ്പീഡിലൊന്നും നന്നാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നന്നാക്കി എടുക്കാൻ പറ്റി കേട്ടോ, നമ്മളത് വെള്ളത്തിലിട്ട കാരണം. ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കൂ കേട്ടോ. പെട്ടെന്ന് നമുക്ക് കറി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നാക്കി എടുക്കുമ്പോൾ തൊലി കിട്ടാത്ത, നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരാറുണ്ട് അല്ലേ പലപ്പോഴും. അപ്പോൾ ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കുക കുറച്ച് നേരം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജോലിക്ക് പോകേണ്ട ആളുകളൊക്കെ ആണെങ്കിലേ ഇപ്പോൾ നീറ്റ് വഴിക്ക് തന്നെ നിങ്ങളിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ പിന്നെ ആ കറി വയ്ക്കുന്ന സമയത്തേക്ക് ഇത് നന്നായിട്ട് പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനത് നന്നാക്കി വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയൊക്കെ എത്ര പെട്ടെന്ന് നമുക്ക് തൊലി കളയാൻ പറ്റണ വെച്ചിട്ടാ. അല്ലെങ്കിൽ ഇതിൻ്റെ തൊലിയുടെ മുകളിൽ ഈ ഞെരണ്ടിയിട്ടിരിക്കണം. ആ വെള്ളമൊക്കെ അപ്പം തന്നെ തുടച്ചൊന്ന് വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ ഇന്ന് നന്നായിട്ട് തക്കാളി അരച്ചിട്ടാണ് ഞാൻ കൂട്ടാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഏട്ടന് ഇവിടെ കുറുകിയ കറിയാണ് ഇഷ്ടം. അപ്പോൾ എങ്ങാനും ഇനി കഴിക്കാൻ തോന്നിയാലോ, അപ്പോൾ ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയണ്ടേ. ഇത് വെള്ളം പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു വിഷമല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ അരയ്ക്കാതെ വെച്ചാലാണ് കുമാറിനും കുട്ടപ്പായ്ക്കും കൂടുതലിഷ്ടം, എനിക്കും. അപ്പോൾ ഒരാൾക്ക് കുറുകിയതും വേണം, തേങ്ങ അരയ്ക്കാതെ കുറുകിയത് കിട്ടണം വെച്ചാൽ ഇതേപോലെ നമ്മൾ മസാലകളൊക്കെ അരച്ചെടുക്കണം അല്ലേ. മസാലകളല്ല, അതിൻ്റെ ചേരുവകൾ, മസാലകൾ തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ 2 തക്കാളി ഞാൻ നല്ല പഴുത്ത തുടുത്ത തക്കാളി ഇതാ നമ്മുടെ മിക്സിയിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുള്ളിയും കൂടിയിട്ട് ഒന്ന് അരിഞ്ഞിട്ടു കേട്ടോ. ഇതേപോലെ നമ്മൾ അരിഞ്ഞിടാതെയും അരയ്ക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ നമ്മൾ മിക്സിയിൽ അരിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ചെറുതാക്കി. നമുക്ക് വറവിടെടുക്കാം. എന്നിട്ട് മിക്സിയിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ മുളക് പൊടി തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പോരട്ടെ, മഞ്ഞൾപ്പൊടി അത് പാകത്തിന് കേട്ടോ. അപ്പോൾ ഒരുപാട് മഞ്ഞച്ചിരി ഇരിക്കണ കൂട്ടാൻ ചിലവർക്ക് ഇഷ്ടാവില്ല. പിന്നെ അതാ മല്ലിപ്പൊടി കലാശക്കൊട്ടാണേ. ഇനി ഇട്ടിട്ട് വേണം. ഇത് നമ്മൾ ഉപയോഗിക്കണ പാത്രം. മറ്റേ നമ്മൾ സേഫാക്കി വെക്കണം, അതായത് സാധനങ്ങൾ ശേഖരിച്ച് വെക്കുന്ന ഒരു വേറെ പാത്രമുണ്ട്, അതിലുണ്ട്. അതൊന്നും എടുത്തിട്ടാൽ മതി. അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അതാ മസാലകളും നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തക്കാളി ഒക്കെ കൂടിയിട്ട് ഞാൻ നന്നായി പേസ്റ്റ് ചെയ്ത് അരച്ചെടുത്തു കേട്ടോ. അങ്ങനെ പുതിയാപ്പിളക്കോരനിൽ മസാലകൾ വരട്ടാൻ പോവുകയാണ്. ഇതിന് പുതിയാപ്പിള അല്ലെങ്കിൽ കിളിമീൻ, ചെമ്പല്ലി എന്നൊക്കെയാണ് ഇവിടെ പറയാറുള്ളത്. കിളിമീൻ എന്ന് അങ്ങനെ പറയാറില്ല, ചെമ്പല്ലി എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ പുതിയാപ്പിളക്കോരൻ പറയാറുണ്ട്. അപ്പം നിങ്ങളുടെ അവിടെ തന്നെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പം കുട്ടപ്പായി പറയാം, ചുവന്ന മീനില്ലേ, ചുവന്ന മീൻ, ഈ അക്കൂറിയതിലൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ മീൻ അമ്മ ഒന്ന് മേടിച്ചേക്കണ്, അങ്ങനെയാണ് കുട്ടപ്പായി ചോദിക്കാറുള്ളത് ഈ മീൻ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കുട്ടിയാകുമ്പോൾ ഇത് കണ്ടപ്പോൾ അവൻ എന്താ പറഞ്ഞത്, നമ്മ ഇത് കാർപ്പല്ലേന്ന്, അങ്ങനെ എന്തോ ഒരു മീൻ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അന്ന് അവൻ ചെറിയ കുട്ടിയാകുമ്പോൾ ചില്ലിൻ്റെ ബൗളിൽ വല്യമ്മ അവനത് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിറന്നാളിന്. കുറേ അതിനെ നോക്കി എപ്പോഴും തീറ്റിട്ടെ അതിനങ്ങോട്ട് കൊന്നു പറഞ്ഞ പോരെ. അതിന് വിശക്കുള്ളൂ പറഞ്ഞിട്ട് എപ്പോഴും തീറ്റ കൊടുക്കും.
അപ്പോൾ അതിൻ്റെ വയറ് വീർത്തിട്ട് ചത്തുപോയി. അങ്ങനെയാണ് ഉണ്ടായത്. അത് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ മീനിൽ നമ്മുടെ മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും സാധാരണ രീതിയിൽ, ഞാൻ വേറെ മസാലകളൊന്നും ചേർക്കണില്ല. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചി ഉണ്ടാവും. അപ്പോൾ ചെറുള്ളിയുടെ വലിപ്പം കാരണേ നമ്മുടെ കുഞ്ഞിക്കല്ലിട്ടാണ് ഇടിച്ചെടുക്കാൻ ഇത്തിരി പ്രയാസപ്പെട്ടു ഞാൻ. എന്നാലും കുഴപ്പമില്ല, അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇടിച്ചിട്ട് നമ്മുടെ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നേരം വൈകിട്ടോ, അപ്പോൾ വലിപ്പം കാരണം ഓരോന്നൊക്കെ തെറിച്ചു പോവുക. അപ്പം അതൊക്കെ ഇടിച്ച് സെറ്റാക്കി നമ്മുടെ പാത്രത്തിലിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി ഉണ്ടായിരുന്നു, അതും, വെളുത്തുള്ളിയുടെ കാര്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ചെറുള്ളി വലിപ്പം കൂടിയിട്ടും പോയി, വെളുത്തുള്ളി ചെറുതായിട്ടും പോയി. എന്നിട്ട് ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തു കേട്ടോ. പച്ചമുളക് നമുക്കതിൽ കീറിയിട്ടാൽ മതി. എനിക്ക് കൂട്ടാനിലെ പച്ചമുളക്, പ്രത്യേകിച്ച് മീൻ കൂട്ടാനിലെ പച്ചമുളക് ഇങ്ങനെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് ഇടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കൂട്ടാൻ്റെ ചട്ടി നമുക്ക് വേറെ മേടിക്കണം കേട്ടോ. എന്നിട്ട് ചട്ടിയൊക്കെ ചൂടായപ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ചെറുള്ളിയും കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ പച്ചമുളകില്ലേ അതൊന്ന് നടുകീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനങ്ങനെ കുക്കിങ്ങിൽ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് മീൻ കൂട്ടാനും ഇവിടുത്തെ രീതിയിലുള്ള മീൻ കൂട്ടാനും മറ്റുള്ള കറികളൊക്കെ വെക്കാൻ പഠിച്ചത്. എൻ്റെ വീട്ടിൽ പിന്നെ തേങ്ങ അരയ്ക്കാതെ ഇങ്ങനെ കൂട്ടൊന്നും ഉണ്ടാവില്ല. അത് വെറുതെ ഒരു പുളി അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലും ഉണ്ടാവാറ്. ഉപ്പേരി ആണെങ്കിൽ വെറൊരു പയറുപ്പേരി, അതിൽ തേങ്ങയോ മറ്റുള്ള സാധനങ്ങളൊന്നും ഇടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ ഈ കൂട്ടുകറികളും തേങ്ങ അരച്ച കറികളും അതേപോലെ തന്നെ പലതരം ഉപ്പേരികൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ വെക്കാൻ പഠിച്ചത്. നമ്മുടെ വീട്ടിലാകുമ്പോൾ കുക്കിങ്ങിൽ ഇത്രയും റിസ്ക് ഇല്ല. എളുപ്പത്തിന് അടുക്കളയിലെ പരിപാടി കഴിഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ ആകുമ്പോൾ കുക്കിങ്ങിൽ കുറച്ച് സമയം തന്നെ വേണം കേട്ടോ. അപ്പം ഞാനത് പ്രത്യേകം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാറുണ്ട്. നമ്മുടെ ബാക്കിയുള്ള സമയത്തിനും, അതായത് ബാക്കിയുള്ള സമയത്തിനല്ല ബാക്കിയുള്ള കാര്യങ്ങൾക്കും സമയം വേണ്ടേ. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ ഏകദേശം 2.5-3 മണിക്കൂറോളം നമുക്ക് വേണം. അത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബാക്കി പോസ്റ്റിംഗ് ഒക്കെ ഏട്ടനാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഞാൻ യൂട്യൂബിൻ്റെ ചാനലിൽ കയറി കളിക്കാറില്ല. ബാക്കിയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും കേട്ടോ. അങ്ങനെ മീനൊക്കെ അടുപ്പത്ത് വെച്ചു. മീനല്ല, നമ്മുടെ മസാലകളൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മസാല അല്ല അല്ലേ, ഉള്ളികൾ നന്നായിട്ട് മൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മിക്സിയൊക്കെ ഒന്ന് തുടച്ച് വെക്കുകയാണ്. അപ്പോൾ മിക്സിയൊക്കെ അപ്പോൾ തുടച്ച് വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ മഞ്ഞക്കറിയും ചുവപ്പ് കറിയും നീലക്കറിയൊക്കെ പിടിക്കിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു തൊരടി പിടിച്ച പണി എന്ന് പറയുന്നത് പാത്രം കഴുകലും ഈ ഒരു വൃത്തിയാക്കലാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ വൃത്തിയാക്കാതെ ഇരിക്കാൻ പറ്റുമോ? അതുമില്ല. എനിക്ക് അപ്പപ്പോൾ വൃത്തിയാക്കിയിട്ട് അവിടെ അങ്ങനെ നല്ല വൃത്തിയാക്കി എടുക്കണം. ഒരുപാട് വൃത്തിയൊന്നും ഇല്ല എനിക്ക്, എന്നാലും ഉള്ളതുപോലെ പറയണമല്ലോ. അപ്പോഴേക്കും ചട്ടിയിലെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടോ. അതിപ്പോൾ കരിഞ്ഞ് പുകഞ്ഞിരുന്നു. ഞാനൊന്നും അടുത്തേക്ക് വന്നിട്ടില്ല, നോക്കിയില്ലായിരുന്നു വെച്ചാൽ. അപ്പോഴേക്കും സൗണ്ട് ഉണ്ടാക്കി, ചട്ടി സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഉണർന്നു എന്ന് പറഞ്ഞവര് നോക്കാറുണ്ട്. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കറിവേപ്പില പൊട്ടിക്കുന്ന കറിവേപ്പിന്റെ മുകളിൽ പോയപ്പോഴോ പിന്നെ അത് തുളസിയുടെ ഇടയിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടതല്ല കേട്ടോ. ഇന്നലെ അതിൻ്റെ മുകളിൽ തന്നെ പൊട്ടിച്ചത്. അപ്പോൾ അതാ രണ്ട് കറിവേപ്പില പൊട്ടിച്ചിട്ട് ഞാനത് കഴുകിയിട്ട് നമ്മുടെ കൂട്ടാനിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണേ. എന്നിട്ട് ഇതാ കൂട്ടാനിലൊക്കെ ഇട്ടില്ലേ, അതാ ഇട്ടു കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഞാൻ തിരക്ക് പിടിച്ചിട്ടാണ് ഞാൻ ആ പൊടികളൊക്കെ എടുത്തതേ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാം. അല്ലെങ്കിൽ ഞാൻ അപ്പോൾ തുടയ്ക്കാറുണ്ട്. അപ്പം ഇന്നിപ്പോൾ അത് തുടയ്ക്കാൻ വിട്ടുപോയി. അപ്പോൾ അതാ നമ്മുടെ പാത്രങ്ങൾ അതിന് മുകളിൽ കുറച്ച് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ തുടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ല, കുറച്ച് നേരമായി വെള്ളമൊക്കെ വറ്റി പോയിരിക്കണു. പിന്നെയാണ് എനിക്ക് അതിൻ്റെ ഓർമ്മ വന്നത്. വെള്ളം വറ്റിപ്പോയ പാത്രത്തിൻ്റെ മുകളിൽ ഒരു നിറം വരുവേ, പിന്നെ പാത്രവും നാശാവും. അപ്പോൾ നമുക്ക് ആ പണിയില്ലല്ലോ. അപ്പോൾ ഇതുപോലെ പൊടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കഴുകി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കഴുകി വെക്കാനുള്ള ടൈമായിരിക്കണു. മല്ലിപ്പൊടിയൊക്കെ കലാശക്കൊട്ടായിരിക്കണു. അപ്പോൾ നമുക്ക് എന്തായാലും മല്ലിപ്പൊടിയുടെ പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഇനി പൊടി ഇടുമ്പോഴേക്കും പിന്നെ തുടച്ച് കഴിഞ്ഞ് നല്ല വൃത്തിയാവണ പാത്രം ആയതുകൊണ്ട് അത് കാരണം രക്ഷപ്പെട്ടു. നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് തന്നതാണ് നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ കേട്ടോ. നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടും കാണിച്ചിട്ടും ഉണ്ടായിരുന്നു ഒരുപാട് മുന്നേ.
നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലക്കൂട്ടുകൾ നമ്മുടെ ചട്ടിയിലേക്കാണ്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നു കേട്ടോ. അപ്പോൾ മുകളിലൊരു ക്യാമറ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു അല്ലേ, നമുക്ക് കാണാമായിരുന്നു. പക്ഷേ അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മുകളിൽ ക്യാമറ ഇല്ലല്ലോ. ക്യാമറ വെച്ചാൽ മൊബൈല്. അപ്പോൾ ഇനി വേറൊരു ഫോണും കൂടി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സൂം ചെയ്തിട്ട് നമ്മുടെ മുകളിൽ നിന്ന് ക്യാമറ ഒക്കെ വെക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമൊക്കെ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കിച്ചണിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ സൗകര്യത്തിലെ പരിമിതികൾക്കനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്. ഞാൻ പലപ്പോഴും അതിന് ശ്രമിക്കാറുണ്ട്. നോക്കി നോക്കാം നമുക്ക് കേട്ടോ. അങ്ങനെ അതാ നമ്മുടെ കൂട്ടാനിലേക്ക് നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി പുളി പിഴിഞ്ഞൊഴിക്കണം. അപ്പോഴേക്കും ഞാൻ അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോഴേക്കും ഇവിടെ കൂട്ടാൻ്റെ വിളി വരും. അപ്പം നമുക്ക് വന്നിട്ട് പുളിയൊക്കെ ഒഴിക്കാം. മസാലകളൊക്കെ ഒന്ന് തിളച്ച് വന്നാലല്ലേ നമുക്ക് പുളി ഒഴിക്കാൻ പറ്റുള്ളൂ. ചട്ടിയിൽ നിന്ന് ആവി പോകണയ്ക്കൊക്കെ. അപ്പോൾ ഈ മത്തിപ്പുളി എന്ന് പറയുന്ന സാധനം ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തത് ഉണ്ടാവുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഏട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ. ആൾക്ക് ഇത്തിരി പ്രയാസമാണ്. അതൊരു വട്ടം ഇങ്ങനെ മത്തി കഴിച്ചിട്ടേ ഛർദ്ദിച്ചു. അതിന് ശേഷം മൂപ്പരാൾ മത്തി കഴിക്കൽ നിർത്തി. എന്താണാവോ. അങ്ങനെ അതാ മത്തിയുടെ നമ്മുടെ കൂട്ടുകളൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മസാലക്കൂട്ടുകളൊക്കെ. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ വാളംപുളി പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ പുളി. അപ്പോൾ അതിലേക്ക് നമ്മുടെ പുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു. അപ്പോൾ ഈ പുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും സംശയങ്ങളാണ്. പുളി മതിയോ എന്ന്. അപ്പോൾ പുളി ഒഴിക്കുമ്പോൾ നന്നായിട്ട് പുളി ഇങ്ങനെ തട്ടണം നമ്മുടെ വായിൽ. പിന്നെ ഉപ്പും പുളിയും കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കൂട്ടാൻ നന്നായി എന്നാണ് പറയുക. ഉപ്പും പുളി എരിവും. അങ്ങനെ ഉപ്പും പുളി എരിവൊക്കെ നന്നായിട്ടുണ്ട്. പുളിയൊക്കെ തിളച്ച് വന്നു. അപ്പോൾ നമുക്കിനി എന്തായാലും മീനിടാം. അപ്പം ഞാനൊക്കെ സ്പീഡിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഗിരാന്ന് ചെയ്യണത്. അപ്പോൾ അതാ കഴിഞ്ഞിട്ട് നമ്മുടെ മത്തി അങ്ങനെ തന്നെ ഇടുകയാണ് കേട്ടോ. മുറിക്കണമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് മത്തി കൂട്ടാൻ വെച്ചത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്രാമത്തെ വട്ടം പറയണല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീനിൻ്റെ പരിഞ്ഞല് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുട്ടപ്പായി പറഞ്ഞു വറുത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ വറുത്ത് തരില്ല, കറി വെച്ചിട്ടാണ്. കറി വെച്ചത് നീ കഴിച്ചാൽ മതി പറഞ്ഞിട്ട് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുഞ്ഞു പിറുണികളാണേ നമ്മുടെ പരിഞ്ഞലേ. അപ്പോൾ പിന്നെ അത് വറുത്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അങ്ങനെ ചുരുണ്ട് കിടക്കും, അത് കരിയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ നല്ലത്, ഏറ്റവും നല്ലത് മീനിൻ്റെ പരിഞ്ഞലൊക്കെ മീനൊക്കെ കറി വെച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം അത് തന്നെയാണ് കേട്ടോ. എന്നാൽ വറുത്തത് കഴിക്കില്ല എന്നല്ല കേട്ടോ, വറുത്തത് നന്നായി കഴിക്കുകയൊക്കെ ചെയ്യും. കൂട്ടാൻ വെച്ചതാണ് കൂടുതൽ കഴിക്കാൻ ഇഷ്ടം എന്നാണ് പറഞ്ഞു വന്നത്. അങ്ങനെ അതാ കൂട്ടാനൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നമ്മുടെ മീൻ വറക്കണ ചട്ടിയിലേക്ക്, പരന്ന ചട്ടി ഇരുമ്പിൻ്റെയാണ് കേട്ടോ അത്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ പുതിയാപ്പിള കോരനായിട്ടാണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പിന്നെ ചെറിയ മീനായതുകൊണ്ട് കുറേ ഇടാൻ സ്ഥലങ്ങളുണ്ട് കേട്ടോ. വലിയ പുതിയാപ്പിള കോരനൊക്കെ കിട്ടാറുണ്ട്. ഇന്ന് നമുക്ക് കുഞ്ഞോറ്റോനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കിട്ടിയത് നമുക്കൊന്ന് വറുത്തെടുക്കാം അല്ലേ. അപ്പോൾ അതാ മീൻ കൂട്ടാനൊക്കെ റെഡി ആയിട്ട്, നല്ല മീൻ കൂട്ടാൻ. അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഹെയർ കെയറിലേക്ക് കടന്നു. അപ്പം ഇന്ന് അലോവേരയൊക്കെ തേക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പം നോക്കുമ്പോൾ നല്ല മഴക്കാറ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് എന്തായാലും പെയ്യൂട്ട രൂപേ, ഈ സമയത്ത് തല നനച്ച് കഴിഞ്ഞ് മുടി ഉണങ്ങാൻ ബുദ്ധിമുട്ടാവും, അപ്പം അനക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്കിന്ന് വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളേ. അപ്പോൾ ഇന്ന് ചെയ്യാൻ കഴിഞ്ഞ് മേലെ അനക്കാൻ പറ്റില്ല, അമ്മാതിരി വേദന ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് മേലെ ഇടുക, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ മുടിയൊക്കെ ചീന്തി കെട്ടൊക്കെ അറുത്ത് എണ്ണയൊക്കെ തൊട്ട് പുരട്ടിയിട്ട് നമുക്ക് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ പോയിട്ട് നല്ല സുഖസുന്ദരമായിട്ടുള്ള ഒരു കുളിയാണ് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ മുടിയൊക്കെ ചീന്തി ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ കെട്ടി വെച്ചു കേട്ടോ. മുഴുവൻ കെട്ടറുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി എക്സസൈസ് ചെയ്യണേക്കാൾ മുന്നേ നമ്മുടെ മുടിയൊക്കെ ചീന്തി വൃത്തിയാക്കിയിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്ന് വിയർപ്പൊക്കെ പറ്റിയിട്ട് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് പരട്ടിയിട്ട് നമുക്ക് അങ്ങനെ കുളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ സമയാനുസൃതം നമുക്ക് ചെയ്യാം. അങ്ങനെ അതാ മേലൊക്കെ കഴുകി വന്നിട്ട് ഞാനിതാ ഏട്ടന് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ മൂപ്പരാൾ തന്നെ വിളമ്പി കഴിക്കും. എനിക്ക് ആ വക റിസ്ക് ഒന്നും തരാറില്ല. എന്നിരുന്നാൽ കൂടി ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, ഏട്ടൻ്റെ കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ ഞാനാണ് വിളമ്പി കൊടുക്കാറ്. ഇനിയിപ്പോൾ അഥവാ ഞാൻ അവിടെ കിടക്കുകയാണെങ്കിൽ, റൂമിൽ കിടക്കുകയാണ്, എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു വെച്ചാൽ മൂപ്പരാൾ തന്നെ വിളമ്പി കഴിക്കും. ഇവിടെ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മളത് വിളമ്പി കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമെന്ന് മാത്രം. അങ്ങനെ അതാ ഉപ്പേരി ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഏട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപ്പേരിയാണ്. അപ്പം മത്തിക്കറി ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു. എന്നിരുന്നാൽ കൂടി ഇനിയിപ്പോൾ കഴിക്കാൻ തോന്നിയാലോ വെച്ചിട്ട് ഞാൻ അവിടെ വെച്ചു കേട്ടോ. അങ്ങനെ ഏട്ടന് ഒരു 3 മീൻ വറുത്തതും എനിക്കൊരു 2 മീൻ വറുത്തതും അങ്ങോട്ട് വിളമ്പി, കുറച്ച് ഉപ്പേരി വിളമ്പിയിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് കുറച്ച് ചോറും നമ്മുടെ സാധാ റേഷനരി, ഈ റേഷൻ്റെ അരിക്ക് മീൻ കൂട്ടാനും ചിക്കൻ കറിയൊക്കെ നല്ല രുചിയാണ് ഉണ്ടാവുക. അങ്ങനെ നല്ല മത്തിക്കറി, അതേപോലെ തന്നെ പുതിയാപ്പിള തോരനും, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ഉപ്പേരി വെച്ചതും, തോരൻ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ടല്ലോ അല്ലേ. നല്ല റേഷൻ്റെ അരി, അത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, അതൊക്കെ കൂടി നമ്മുടെ മത്തിക്കറിയും കൂടിയിട്ട് ഒരു പിടുത്തം പിടിച്ചാലോ. അപ്പോൾ അത് ഏട്ടൻ ഉപ്പേരി, നമ്മുടെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ഉപ്പേരി, പുതിയാപ്പിളക്കോരൻ വറുത്തതും കൂടിയിട്ടാണ് ഏട്ടൻ കഴിക്കുന്നത്. മത്തിച്ചാറ് എടുക്കണില്ല കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഏട്ടന് നല്ല ഇഷ്ടമായിരിക്കുന്നു ഉപ്പേരി. സന്തോഷം. നമ്മൾ കഴിച്ചിട്ട് റിസൾട്ട് കേൾക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ മുഖത്തൊരു തെളിച്ചം, അങ്ങനെ അതാണ് പറയുക, ഇഷ്ടപ്പെട്ടാൽ പറയുക. ആ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ സമാധാനമായി, തൃപ്തിയായി. അപ്പം ഞാനിത് മീൻകൂട്ടാൻ കൂടിയിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് മത്തിക്കൂട്ടാണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. എന്നാലും ബാക്കിയുള്ള സാധനങ്ങളൊന്നും എടുക്കാണ്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മീൻ കൂട്ടാനൊഴിച്ച് നമ്മുടെ ചോറിലേക്ക് കുറച്ച് മത്തി, അതേപോലെ തന്നെ പരിഞ്ഞിലൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാ മീനൊക്കെ നമ്മുടെ മത്തി ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ചോറ്, നല്ല വെളുത്ത റേഷൻ്റെ അരി, ഒരു കഷ്ണം പരിഞ്ഞിൽ, കഷ്ണമെന്നും പറയാനില്ലേ, കുഞ്ഞിതാണത്, പിന്നെ ഒരു വറുത്ത മീൻ, കുറച്ച് ഉപ്പേരി, കുറച്ച് മീൻചാറും. ഇനി നമുക്ക് ഉരുട്ടിയിട്ട് നമ്മുടെ വായിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട് എന്നുള്ള ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയണ്ടേ? എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഞാൻ നമ്മുടെ കൂട്ടവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാ, അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പം ഇതേപോലെ മസാലകളൊന്ന് അരച്ചിട്ട് നിങ്ങൾ കറി വെച്ച് നോക്കി നോക്ക്, നല്ല രുചിയാണ് ഉണ്ടാവുക. അങ്ങനെ മത്തിക്കറി കൂട്ടി ചോറൊക്കെ കൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടു. അപ്പം ഞാൻ മഴ നോക്കുമ്പോൾ മഴ അങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കണതൊക്കെ ഒന്ന് മാറി വെയിൽ ഉദിച്ചിട്ടുണ്ട്. കുറുക്കൻ്റെ കല്യാണമാണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കുറുക്കൻ്റെ കല്യാണം, എന്നാലും ചാറിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ചീന്തി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചീന്തി വൃത്തിയാക്കി നമ്മുടെ എണ്ണയൊക്കെ തേച്ചൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ട് അലോവേര മുറിച്ച് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണതേ നമ്മുടെ തലയിലുണ്ടാവുന്ന താരം പോവാനും, മുടി കൊഴിച്ചിൽ മാറാനും, മുടി തഴച്ച് വളരാനും, മുടി നല്ല ഹെൽത്തി ആവാനും നല്ല സ്മൂത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിത് ഷാമ്പു ഇടുന്ന ദിവസവും ചെയ്യാം കേട്ടോ. ഞാനിന്ന് ഷാമ്പു ഇടുന്ന ദിവസമാണ്. അപ്പോൾ തലയിൽ അത്യാവശ്യം എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യണത്, നമ്മുടെ ഈ ഒരു അലോവേര നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണത് കേട്ടോ. പിന്നെ വർക്കൗട്ട് ചെയ്തിട്ട് വയർപ്പൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം മാത്രമേ കേട്ടോ നിങ്ങൾ ഈ ഒരു അലോവേര ഒക്കെ തലയിൽ തേക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നീരിറങ്ങാനും തലവേദന വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്കിപ്പോൾ തലവേദനിക്കുന്നില്ലേ, പിന്നെ എന്തിനതിങ്ങനെ ചെയ്യണേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും തോറ്റു കൊടുക്കില്ല. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം പലതും അങ്ങനെ നമ്മളത് മുടക്കാൻ വേണ്ടി പല അസുഖങ്ങളും കാണിക്കും കള്ളത്തരത്തിൽ. പക്ഷെ നമ്മളതിലൊന്നും തോറ്റു കൊടുക്കാൻ പാടുമോ? അപ്പോൾ നമ്മളതിലൊന്നും തോറ്റു കൊടുക്കാൻ പാടില്ല. അപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടേണ്ട സുഖം വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എളുപ്പത്തിലുള്ളൊരു ഹെയർ കെയർ മെത്തേഡാണ്. നമുക്ക് കൂടുതൽ എക്സ്ട്രാ ടൈമും കാര്യങ്ങളൊന്നും എടുക്കണ്ട. വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.